ചങ്കളപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഇന്നത്തെ പരിപാടി നല്ലൊരു മത്തി വറ്റിക്കണ പരിപാടിയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ കുടുംബക്കാർക്കും സ്വന്തക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുക. എന്തായാലും നിങ്ങൾ ഇതിന്റെ പിന്നാലെ കൂടിക്കോളൂ, രണ്ടിലും കൊടുക്കൂല, ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പൊ നമുക്ക് കൂടുതൽ ചിന്തിക്കാതെ മീൻകറി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. അടുപ്പ് എപ്പോഴും പണി കഴിഞ്ഞാൽ തുടക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം വരുമ്പോൾ ഒരു ചീഞ്ഞ മണം, ഒരു പുളിച്ച മണക്കുണ്ടാവും. അതിന് ഒഴിവാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും പണി കഴിഞ്ഞാൽ തുടക്കുക. എന്താണെന്നറിയോ, നമുക്ക് നല്ല വൃത്തിയിൽ രാവിലെ അങ്ങോട്ട് വരുമ്പോൾ അടുപ്പൊക്കെ കാണുമ്പോൾ മനസ്സിന് തന്നെ പ്രത്യേക ഒരു സന്തോഷമാണ്. എന്തായാലും മഴ നമുക്ക് കൂടുതൽ ചിന്തിക്കാതെ തീ കൊണ്ട് കത്തിക്കുക. തീ ഇങ്ങനെ ഈ ചൂട്ട് കത്തണമാരി കത്തണം എന്താ പറയുക, പാല് തിളച്ചു പോയതാണ്. എന്നിട്ട് നമ്മളെ മൺചട്ടി നേരെ അതിന്റെ മുകളിലേക്ക് വെക്കുക. മൺചട്ടി വെച്ചതിന് ശേഷം തീ ഒന്നുകൂടി കൂട്ടി കൊടുക്കുക. പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടി കഴിക്കുക. നമ്മൾ ആ പേരയിലെ ആട്ടിയ വെളിച്ചെണ്ണക്കൊന്നും ഒരു വെളിച്ചെണ്ണി വെക്കൂല. അതിന്റെ ഒരു മണം അതൊക്കെ വേറെ ലെവലാണ്. അതും കൂടി ഉണ്ടല്ലോ, മീൻകറിയുടെ കഥ മാറും, ഗതി മാറും, മീൻകറി വേറെ ലെവലാവും. എന്തായാലും നമ്മുടെ വെളിച്ചെണ്ണ ആവശ്യത്തിലധികം ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടുവെള്ളത്തിൽ വെക്കൊണ്ട് ശരിക്കുള്ള ഒരു വെളിച്ചെണ്ണ നിറം വന്നിട്ടുണ്ട്. മുമ്പൊക്കെ നല്ല ക്രീമുമായിരുന്നു. മുമ്പ് ഒരു കമന്റ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, നിവ്യന്റെ ക്രീമാണ് ഞങ്ങൾ ആദ്യം ചട്ടിക്ക് ഒഴിച്ചത്. നിവ്യന്റെ ക്രീം നല്ല വെളിച്ചെണ്ണയാണ്, പക്ഷെ വെളിച്ചെണ്ണ ഇവിടെ തണുപ്പത്തിരുന്നിട്ട് നല്ല കട്ട കുത്തിയാണ്. എന്തായാലും ഇവിടെ വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തത് കൈകൊണ്ട് നന്നായിട്ട് ഞൗണ്ടിയിട്ട് നേരെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ചെറിയൊരു കളർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിക്കാതെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എപ്പോഴും നമ്മൾ കരുതിലാതി കടാതിരിക്കാതെ നമ്മളെ തടിക്കത്ര നന്നല്ല. എന്തായാലും മഴ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഉള്ളി കൂടുതൽ വാട്ടണില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതൊരു പെനഞ്ഞൊരു കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതായത് ഒരു വറ്റിക്കണ അവിടെ നിന്നാണ് പുടും ചെയ്യുന്ന കറി ഇട്ടല്ലേനും. പിന്നെ അതിലേക്ക് ഒരു 2 ഇഞ്ച് വലുപ്പത്തിൽ ഒരു ഇഞ്ചിലെ പീസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് 3-4 പച്ചമുളക് വേണമെങ്കിൽ ചേർക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും ചെയ്യുക, കുറക്കും ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഇഞ്ചി ചതച്ചിട്ട് കഴിഞ്ഞാൽ ഒരു കുത്ത് വരുള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കടിക്കുമ്പോൾ വേറെ ലെവലാണ്. പിന്നെ നല്ല പഴുത്ത തക്കാളി, അത്യാവശ്യം പൂപ്പുള്ളത് നോക്കിയിട്ടും കളറുള്ളത് നോക്കിയിട്ടും മൂപ്പുള്ളത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പച്ച കളറിൽ ഇട്ട് കൊടുക്കരുത്, എന്നാലും ഉടഞ്ഞു കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. കുറേ നേരം കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഈ തക്കാളിനെ അതിൽ അരിഞ്ഞു ചേരും. നല്ല പൊഴുത്ത തക്കാളിയെ കൊണ്ട് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ സാധാരണ മരത്തിന്റെ ചട്ടുകൊന്നും തിരഞ്ഞാൽ കാണില്ല. ഇന്ന് എന്തോ കുതിർത്തുകൊണ്ട് മരത്തിന്റെ ചട്ടുകം കിട്ടി. എന്തായാലും ഒന്ന് മൂടി വെക്കുക. ഒരു 120 അല്ലെങ്കിൽ 2 മിനിറ്റോ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുറന്നു കഴിഞ്ഞാൽ ഏകദേശം എണ്ണയ്ക്ക് ഇറങ്ങിയിട്ട് തക്കാളി, ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പാടെ ചേർന്നിട്ട് ആ പച്ചമുളകിന്റെ മണക്ക് അത് വേറെ ലെവലാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർക്കുക. പുളി ഞാൻ എന്ത് ചെയ്യുന്ന ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി ഒരു 20 മിനിറ്റ് മുമ്പ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇങ്ങോട്ട് നന്നായിട്ട് തിരുമ്മി പീഞ്ഞിട്ട് നേരെ ഇതിലേക്ക് പാർന്നു കൊടുക്കുകയാണ്. പുളി ചേർത്തിട്ടില്ലെങ്കിൽ ഒന്നും നടക്കില്ല. പിന്നെ നിങ്ങൾ ആ തക്കാളിയുടെ കളർ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര പുളിയേക്കാറുണ്ട്. ഈ UAE തക്കാളിയൊക്കെ പുളിയൊക്കെ കഥ തന്നെയാണ്. എന്തായാലും അല്ല, തക്കാളിക്ക് ഇപ്പോൾ തക്കാളി തന്നെ വേണ്ടേ, ആ നിലക്ക് ചേർത്താണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊക്കെ ആവശ്യമുള്ള ഒരു 3-3.5 ടീസ്പൂൺ കാശ്മീരിൽ ചേർക്കുക. കൂട്ടേണ്ടവർക്ക് കൂട്ടുക, കുറക്കേണ്ടവർക്ക് കുറക്കുക. മിനിമം നമ്മളെ കയ്യിൽ ഒരു 10-20,000 രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണിന്റെ മുകളിൽ നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടി 3/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇങ്ങോട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. തീ ഇങ്ങോട്ട് കമ്മിയാക്കുക. തീ കമ്മിയാക്കുക അല്ലെങ്കിൽ ഓഫാക്കുക. തീ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, അറിയാതെ അതിൽ അടി പിടിച്ചിട്ട് ഒരു കുത്തു വരും. അപ്പം നമ്മൾ ഉണ്ടാക്കണ മീൻ വറ്റിക്കണതായാലും ശരി, മീൻ കറിയായാലും ശരി, അതിൻ്റെ സ്ഥിതിഗതി മാറും. എന്തായാലും ഉപ്പുണ്ടോന്ന് നോക്കട്ടെ. ഈ സംഭവം കുഴപ്പമില്ല, കുറച്ചും കൂടി ഉപ്പ് ചേർക്കണം. എന്തായാലും നന്നായിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചും കൊണ്ടേ ഇരിക്കുക. കജ്ജെടുക്കാതെ യോജിപ്പിക്കേണ്ട വേണം. എന്തെങ്കിലും അത് നന്നായിട്ട് എല്ലായിടത്തും ആ മസാലയും കാര്യങ്ങളൊക്കെ എത്തിയിട്ട് ആ ഇഞ്ചിയുടെ നീര് കടന്നാൽ ഒരു കൂട്ടിപ്പിടുത്തം കിട്ടുള്ളൂ. ഇങ്ങോട്ട് എന്ത് വെച്ചാൽ അതൊക്കെ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. നിങ്ങളെ പേരിൽ ഒരു 6 ആൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം മാറ്റും. അതിപ്പോൾ എന്തായാലും ഇപ്പോൾ കൂടുതൽ ആളില്ലാത്തൊരു വീടാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ആ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. എപ്പോഴും നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ വറ്റിച്ചെടുത്താണ്ടല്ലോ സംഭവം വേറെ ലെവലേക്കാരം. ഒന്ന് മൂടി വെക്കുക, ഒക്കെ പാടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, മൂടി ഇങ്ങോട്ട് തുറക്കുക. മൂടി തുറക്കുന്നതിന് മുമ്പ് നമ്മൾ മത്തിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. മത്തി സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് നന്നാക്കലാണ്. ഇതിപ്പോൾ കടയിൽ നിന്ന് തന്നെ നന്നാക്കി തരുന്നുണ്ട്. എന്താ ആ പണി വരുന്നു ഒഴിവായി കിട്ടി. എന്തായാലും ഇപ്പോൾ ഏകദേശം നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ മത്തി നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഈ പ്രവാസികളെ കൂട്ടം പറഞ്ഞ മാതിരിയാണ് 1500-2000 സ്ക്വയർ ഫീറ്റിൽ പെരയിൽ കിടക്കുന്ന പോലെ 6-4ന്റെ കട്ടിലുമ്പോൾ കിടക്കുന്ന അവസ്ഥയ്ക്കരം. ഇത്രയും കടലിൽ ജീവിക്കുന്ന ഒരു മത്തി ഇത്രയും ചെറിയൊരു ചട്ടിയിൽ ഒതുങ്ങി ജീവിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഈ വെച്ചുണ്ടാക്കണ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മട്ടം പോലെ ഇതിൽ കടത്തി കൊടുക്കുക. എങ്ങനെ നോക്കിയാലും ബഹർ കടന്നൊരു മത്തി ചട്ടി കിടക്കുമ്പോൾ അതിൻ്റെ ഒരു സങ്കടം മാറുണ്ടാവും. ഒരു 12 റൂമിൽ 5-6ന്റെ കട്ടിലിട്ടിട്ട് അതിൽ കടന്നുറങ്ങുന്ന സുഖമൊന്നും പ്രവാസികൾക്ക് ഇവിടെ കടന്നുറങ്ങുമ്പോൾ കിട്ടൂല. എന്തായാലും അല്ല, ഈ മത്തിയും അതേ ലെവലിലേക്കാണ് പോണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, തടി ഇളകാതെ തൊലി പൊട്ടാതെ നല്ല വൃത്തിയിൽ നേരെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിലങ്ങനെ കടന്ന് വെന്തോളൂ. ഒന്ന് മൂടി വെക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ കോലത്തിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ കുടുംബക്കാർ അല്ലെങ്കിൽ കുടുംബത്തിന് ആൾ കൂടുതലാണെങ്കിൽ വെള്ളങ്ങൾ ഒഴിച്ചോളുണ്ട്. പക്ഷെ വെള്ളം ഒഴിക്കാതെ എങ്ങനെ ഉണ്ടാക്കുന്ന സംഭവം വേറെ ലെവലാട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വേപ്പിൻ്റെ അയലോകത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ച് കരുതിലധികം ഊരിക്കൊണ്ടുണ്ട്. അവനാൻ്റെ ആണെങ്കിൽ ആവശ്യത്തിന് ഊര, നാളെ നമുക്ക് വേണം. ഈ മത്തിയും ഒരു ചന്നം ഭിന്നമായി നല്ല ചൂടുള്ള പൂളക്കിഴങ്ങും പുഴുങ്ങിയത് ഇങ്ങനെ കൂട്ടി കുഴച്ച് തിന്നാണ്ടല്ലോ വേറെ ലെവലേക്കാരം.
എന്തായാലും ചോറിന്റെ കൂടെയും പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുക, അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവെക്കാൻ മറക്കരുത്. ഒരറിവും ചെറുതല്ല, എന്നാൽ എല്ലാം കഴിഞ്ഞിട്ട് ഒന്നും നടക്കൂല. അവനാനുള്ള അറിവും ഉള്ള ബുദ്ധിയും ഉള്ള വിവരം വെച്ചിട്ടേ അവനാനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതൊക്കെ ചെയ്യാം. എന്തായാലും അതിനൊരു റിസൾട്ട് അവസാനം ഉണ്ടാവും. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. അത് ആരായാലും ശരി. നമുക്കൊന്നും ശരിയായിട്ടില്ല, അല്ലെങ്കിൽ എന്റെ സമയം ശരിയില്ല വിചാരിച്ചിട്ട് ആരും നടക്കണ്ട. ഒരാൾക്കൊരു സമയം ശരിയാക്കലില്ല, എല്ലാവരും സമയം കണ്ടിട്ട് ശരിയാക്കല. വിധികളെ തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, പക്ഷെ വിധികളെ മാറ്റി എഴുതാൻ നമ്മളെ കൊണ്ട് കഴിയും. പരിശ്രമിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. അപ്പൊ മീൻകറി വേറെ ലെവലാണ്, ഇതേമാതിരി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഞാൻ പ്രവാസികൾക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. നാട്ടിൽ നിന്ന് നമ്മൾ രാവിലെ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് ചായ കൊടുന്നവരും, ചോറ് കൊടുന്നവരും, കുടിക്കാനുള്ള വെള്ളം വരെ നമ്മളെ റൂമിൽ നമ്മളെ അമ്മമാരും നമ്മളെ പെണ്ണുങ്ങളും കൊടുന്നവരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല. ആകിലാതിരി സ്വന്തം കാര്യം നോക്കുക, മുണ്ടാ നടക്കുക. അപ്പൊ അങ്ങനത്തെ വീഡിയോ വളരെ ഉപകാരപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാ പ്രവാസികൾക്കും അയച്ചു കൊടുക്കുക. ഇനി ഒരു പ്രവാസികളും ഈ കാര്യത്തിൽ സങ്കടപ്പെടണം. ഞങ്ങളെ കൂടെ ഉണ്ട്. അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം. ബൈ.